മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് യൂട്യൂബിൽ സ്ട്രീം ഒന്നും ചെയ്തില്ല. അറിഞ്ഞില്ല കോപൈലറ്റ് ഒക്കെ ഇറക്കിയത്. അതൊരു ഇവന്റ് ആയിരുന്നു ആണല്ലേ. സത്യം പറഞ്ഞ അവർ വിൻഡോസ് 12 ആണ് ഇറക്കിയത്. പുതിയ ഡിവൈസ് വല്ലതും ഇറങ്ങിയോ? സർഫസ് ഇറങ്ങി. പക്ഷെ പൊള്ളുന്ന വിലയാ തുടർന്ന് അറിഞ്ഞില്ലടാ. ഭയങ്കര അപ്ഡേറ്റ് ആണ് ഗൈസ്. തുടങ്ങിയപ്പോ എന്നെ തള്ളായിരുന്നു. അതെ, ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് അറിഞ്ഞു പോലും ഇല്ല. അപ്പൊ ഇതിന് സർഫസ് പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് പൊള്ളുന്ന വിലയോടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ പറയേണ്ടത് അവരുടെ വിൻഡോസ് അപ്ഡേറ്റ് ആണ്. ഞാനിവിടെ ഒരാളെ പോലും കണ്ടിട്ടില്ല. അല്ലല്ല, നാട്ടിൽ ഞാനും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ MKBGയുടെ പോഡ്കാസ്റ്റിലാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത്. ആൻഡ്രൂ എന്ന് പറയുന്ന ചേട്ടൻ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് പുള്ളിയാണ്. അത് കൊള്ളാം. അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഷോർട്സ് പോരെ? വീഡിയോ ഷോർട്സ് ആൾക്കാർക്ക് ഷോർട്സ് മതി, വെറുതെ നമ്മള് മെനക്കെട്ട്. ഞാൻ വിചാരിക്കുന്ന വീഡിയോ ഇറക്കിയിട്ട് അതിന് ഷോർട്സ് ഇങ്ങനെ ഊറ്റിയെടുക്കാൻ. അത് മതി. ഓക്കെ, ഊറ്റ. അപ്പം ഇതിൽ പറയാനുള്ളത് വിൻഡോസ് 12 തന്നെയാണ് അവർ ഇറക്കിയത്. അത്രയ്ക്കും ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു അരമണിക്കൂർ എടുക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അത്രയ്ക്ക് ഹെവി ആയിരുന്നു. പിന്നെ ഇവർ എന്തുകൊണ്ട് ഇത് വിൻഡോസ് 11 ആക്കി ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 11 ഫീച്ചേഴ്സ് ആണ് ഇവരിപ്പോ ഇറക്കിയത്. അത് അന്ന് പ്രോമിസ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ അവർ ഇറക്കുന്നത്. അതെ, കോപൈലറ്റ് കൊള്ളാം. കോപൈലറ്റ് ChatGPT തന്നെ. അതെ, പക്ഷെ സ്റ്റിൽ നമുക്ക് മറ്റേ മൈക്രോസോഫ്റ്റ് ആപ്പുകളുടെ ഇന്റഗ്രേഷൻ കോർട്ടാനയ്ക്ക് പകരം അവർ റീപ്ലേസ് ചെയ്യാൻ ഇതാണ്. കോർട്ടാന എവിടെ പോയി? അത് ചത്തുപോയായിരുന്നു വിൻഡോസ് 10 കഴിഞ്ഞപ്പോഴത്തേക്കിനും. എന്നെ വിഷമം കണ്ടാതൊന്നും എല്ലാ ദിവസവും ഉപയോഗിച്ചോണ്ടിരുന്നത്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന്റെ അല്ലെന്ന് ആനിമേഷനൊക്കെ. ആ ഒരു വട്ടം ഉണ്ട വലുത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നല്ല, ഭയങ്കര രസമായിരുന്നു. പക്ഷെ കോർട്ടാന അത്രയ്ക്ക് ഇച്ചിരി മണ്ടനായിരുന്നു. അല്ല, ഈ സ്പോട്ടിഫൈ തുറക്കാൻ പറഞ്ഞു ഞാൻ ബിങ്ങി പോയി സെർച്ച് ചെയ്യും സ്പോട്ടിഫൈ എന്നൊക്കെ. എടാ, അതാ ചേർത്ത് അസിസ്റ്റന്റിന്റെ ബാറ്റിൽ തുടങ്ങിയ സമയത്ത് കോർട്ടാന എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു എതിരാളിയായിരുന്നു. ആയിരുന്നു തുടക്കം. എതിരാളിയായിട്ട് പോലും കേട്ടത്തില്ലായിരുന്നു. എടാ, അത് പിന്നീട് ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്ന ആ ഒരു പേസിൽ അത് വരാൻ പറ്റിയില്ല എന്നുള്ളതാ. തുടങ്ങി വെച്ചപ്പോ എല്ലാം കണക്കായിരുന്നു, എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയായിരുന്നു. ഞാൻ സംഭവിച്ചു. കോർട്ടാന ലുക്കായിരുന്നു. അല്ലെ, പോട്ടെ, സാരമില്ല. ക്ലിപ്പിയെ പറ്റി ചിലർക്ക് അറിയില്ലായിരിക്കും കേട്ടോ. ക്ലിപ്പി എന്ന് പറഞ്ഞൊരു എന്തു പറയുന്നു, ഒരു ആനിമേറ്റഡ് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ. അത് വിൻഡോസ് XP ഉപയോഗിച്ചവർക്ക് ഒരു പട്ടീനെ അറിയായിരിക്കും. അതിന് പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. വാലാട്ടി ഇങ്ങനെ നിൽക്കും, എന്താ ചെയ്യണ്ടേ മാസ്റ്റർ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ആയിരുന്നു ക്ലിപ്പി എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് ക്യാരക്ടേഴ്സിനെ നമുക്ക് മാറ്റായിരുന്നു. അതിനകത്ത് വിസാർഡ്, ഈ ക്ലിപ്പി എന്നീ പറഞ്ഞ ഈ പട്ടി, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ലൈക്ക് അസിസ്റ്റന്റ്. അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇപ്പൊ കോപൈലറ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. അത് വിവരം വെച്ചു എന്നും കൂടെ പറയണം. മറ്റേതിന് സർട്ടൺ ലിമിറ്റഡ് ആക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പ്രീ റെക്കോർഡഡ് ഹിന്റ് തരിക എന്നൊക്കെ ഉള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഹിന്റ് അവിടെ സൈഡിൽ ഇങ്ങനെ ചാടി വന്ന് ഹെൽപ്പ് ഇങ്ങനെ കാണിക്കും. അപ്പൊ അതൊരു ലിങ്കാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗൈഡ് പോലെ ഒരു സാധനം കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി അതിനകത്തുണ്ടായത്. പക്ഷെ എനിക്ക് കോപൈലറ്റിൽ അത്രയും വന്നിട്ടില്ല. ലൈക്ക് അവർ ഇവന്റിൽ പറഞ്ഞ അത്ര സാധനം ഒന്നും കണ്ടിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്ര സുഖമില്ല. അവർ പറയുന്ന കോപൈലറ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ആപ്പ് പറഞ്ഞിരിക്കുന്നത്. പ്രിവ്യൂ തന്നെയാണ്, കാരണം ChatGPT മാത്രമേ അതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവർ പറഞ്ഞ പോലെ മറ്റേ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് റിമൂവ് ചെയ്യാനോ അങ്ങനെയൊന്നും ഓപ്ഷൻ കാണുന്നില്ല. ലൈക്ക് അതെനിക്ക് തോന്നിയില്ല. പയ്യെ ഇമ്പ്രൂവ് ആവട്ടെ. അതെ, ഞാൻ ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ പോലും അത് മര്യാദയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. ഇപ്പം ഒരു വാക്കിൽ സ്റ്റക്കായിട്ട് അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പേജ് വരും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ക്രിയേറ്റീവ് മോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഈ കോപൈലറ്റിനകത്ത്. അത് ഭയങ്കര ക്രിയേറ്റീവ് ആണ്. അതായത് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് ഇമോജി ഒക്കെ കുത്തിക്കയറ്റി ഒരുമാതിരി ഈ പൈങ്കിളികളൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ ആക്കിയെടുക്കും. നീ പൈങ്കിളി അല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ടെക്സ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ചോദിച്ചതിനൊരു ഉത്തരം ആ രീതിയിൽ തരത്തില്ല. ക്രിയേറ്റീവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് ശരിക്കും ഒരു AI ആലോചിച്ച് ഓക്കെ ഇവൻ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ആയിരിക്കും വരേണ്ടതെന്നുള്ള രീതിയിലായിരിക്കും തരേണ്ടത്. പക്ഷെ ഇവർ ചെയ്യുന്ന വെച്ചാല് ആ സെർച്ച് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് ഇല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇമോജീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യും. ഡെക്കറേറ്റ് ചെയ്യും. പക്ഷെ അതും അങ്ങനെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ഇമോജി എല്ലാം ബാക്ക്വേർഡ്സ് അടിച്ച് കളഞ്ഞ് പണിയെടുത്ത് അല്ലേ, അതൊക്കെയാണ് മടുപ്പ് എന്ന് പറഞ്ഞത്.